നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിളയൂരിൽ അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരം ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്തു. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന മരുന്നുകളാണ് പിടിച്ചെടുത്തത്. കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുത്തു. വിളയൂർ കുപ്പൂത്ത് അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെറ്റിനറി മരുന്ന് ശേഖരം ജില്ലാ ഡ്രഗ് കൺട്രോൾ പിടിച്ചെടുത്തു. ഓപ്പറേഷൻ വെറ്റ് ബയോട്ടിക്സിന്റെ ഭാഗമായി ഡ്രഗ് കൺട്രോൾ നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി കൂടിയായിരുന്നു വിളയൂരിലും പരിശോധന നടത്തിയത്. കുപ്പൂത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന VPF ഫീഡ്സ് എന്ന സ്ഥാപനത്തുമാണ് മരുന്ന് ശേഖരം പിടിച്ചെടുത്തത്. യാതൊരുവിധ അനുമതിയുമില്ലാതെയാണ് ഇവിടെ മരുന്ന് സൂക്ഷിച്ചിരുന്നതെന്നാണ് പരിശോധന സംഘം അറിയിച്ചത്. വളർത്തുമൃഗങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാ വിഭാഗം മൃഗങ്ങൾക്കും നൽകുന്ന ആന്റിബയോട്ടിക് മരുന്നുകളാണ് പിടിച്ചെടുത്തത്. ജില്ലാ ഡ്രഗ്സ് വിഭാഗം നടത്തിയ രഹസ്യ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പരിശോധന. സംഭവത്തിൽ 1 ലക്ഷത്തോളം രൂപയുടെ മരുന്നുകളാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമ വെങ്ങാലിയിൽ അബ്ദുൽ ഖാദറിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത മരുന്നുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാരായ D. വിദ്യ, AK. ലിജേഷ്, AK. ഷാനവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. അനധികൃതമായുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് തടയുകയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളറേയും തൃശ്ശൂർ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറേയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് വെറ്റ് ബയോട്ടിക്സ് എന്ന പേരിൽ ഫാമുകൾക്കും അങ്ങനെയുള്ള പോൾട്രി അങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ടും മരുന്നുകൾ വിതരണം ചെയ്യുന്നത് തടയുക എന്ന ഉദ്ദേശത്തിൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന വ്യാപകമായി ചെയ്യുന്ന ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പരിശോധിച്ചത്. അപ്പോൾ ഇവിടെ നിയമവിരുദ്ധമായിട്ട് ലൈസൻസുകളില്ലാതെ സൂക്ഷിക്കുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്നുകളെല്ലാം നമ്മൾ സീസ് ചെയ്തിട്ട് പട്ടാമ്പി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയാണ്. അറസ്റ്റ് എന്നുള്ള പ്രൊസീജിയർ അല്ല. ഈ സാധനത്തിന് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ച് 18C എന്ന് പറഞ്ഞ സെക്ഷൻ അനുസരിച്ച് പനിഷബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അത് കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇതിൽ നമ്മളത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കംപ്ലയിൻറ്റ് നമ്മൾ പിന്നീട് തുടരന്വേഷണത്തിന് ശേഷം ഫൈനൽ കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യും. തൃത്താല മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിൽ അരിക്കോട് വെളരച്ചോല പാലത്തിലൂടെയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ തകർച്ച പരിഹരിക്കാത്തതാണ് ഇതിന് കാരണം. പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കാട് വെള്ളാരച്ചോല പാലത്തിലൂടെയുള്ള യാത്ര കൂടുതൽ അപകട ഭീഷണി ഉയർത്തുകയാണ്. റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വെള്ളാരച്ചോല പാലത്തിനു മുകളിലൂടെ ഭാരം കൂടിയ വാഹനയാത്രയ്ക്ക് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയെന്നല്ലാതെ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അരീക്കാടിൽ നിന്നും പറക്കുളം ഭാഗത്തേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് ഈ തകർച്ച. കുളത്തിനോട് ചേർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി 1 വർഷം മുമ്പ് ഭാഗികമായി നിലം പൊത്തിയിരുന്നു. അടുത്തിടെ പെയ്ത മഴയിൽ ഇവിടെ കൂടുതൽ ഇടിഞ്ഞു. വെള്ളാരച്ചോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് 40 വർഷം മുമ്പ് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. കാലപ്പഴക്കം ചെന്ന പാലവും ഏകദേശം 50 മീറ്ററോളം റോഡിന്റെ സൈഡ് ഭിത്തിയും ഉടൻ പുനർനിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കും വഴിവെച്ചേക്കും. പറക്കുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പാലം എത്തുന്നതിന് തൊട്ടു മുമ്പ് പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നതിന്റെ കാരണം റോഡിന്റെ വളവ് നിവർത്താത്തതു മൂലമാണെന്ന പരാതിയും നാട്ടുകാർക്കിടയിലുണ്ട്. ഇതിനും പരിഹാരം കാണണം. ഓണക്കാലത്തെ വരവേൽക്കാനുള്ള വിഭവങ്ങളിൽ പ്രധാനിയായി ഒരുങ്ങുകയാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളും. തോട്ടങ്ങളിൽ നിന്നും നേന്ത്രക്കുലകൾ വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടൻ കൃഷിയുള്ളത്. വടക്കാഞ്ചേരി ബ്ലോക്കിലെ എരുമപ്പെട്ടി, വേലൂർ, മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ചെങ്ങാലിക്കോടൻ ഭൗമസൂചികാ പദവി ലഭിച്ച വാഴയിനം കൂടിയാണ്. ജൈവരീതിയിൽ മലയടിവാരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വിളയുന്നത്. കുലച്ച് 20-25 ദിവസത്തിനുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുമൊക്കെ ഉപയോഗിച്ച് കുല പൊതിയുന്നു.
നല്ല നിറമുള്ളതിനാൽ പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നിറമുണ്ടാകാനും നല്ല തുടമുള്ള കുലകൾ ലഭിക്കാനുമാണിത്. 10-10.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ എന്നതാണിതിന്റെ പ്രത്യേകത. മറ്റു നേന്ത്രൻ ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 മുതൽ 25 കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകളുണ്ടാകും. പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണ വർണ്ണമാകും. അതിൽ കര പോലെ തവിട്ടു നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. നേന്ത്രപ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ളത് ഈ ഇനത്തിനാണ്. പുഴുങ്ങുമ്പോൾ മധുരം കൂടുന്നതുൾപ്പെടെ ഗുണഗണങ്ങൾ അധികമുള്ള ചങ്ങാലിക്കോടൻ ഉപ്പേരിയുണ്ടാക്കാനും പഴനുറുക്കിനും ശർക്കര വരട്ടിക്കും ധാരാളമായി ഉപയോഗിക്കുന്നു. മച്ചാട് മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചങ്ങാലിക്കോടൻ പിറന്നതെന്ന് വിശ്വസിക്കുന്നു. നെല്ലുവായ് മുതൽ വടക്കാഞ്ചേരി പുഴ ഗതിമാറി ഒഴുകുമ്പോൾ നിക്ഷേപിക്കപ്പെടുന്ന എക്കലാണ് ഈ വാഴയിനത്തിന് അതിന്റെ ഗുണവും രുചിയും രൂപവുമെല്ലാം നൽകുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വാഴകൾക്കാണ് പെരുമ കൂടുതൽ. രാജഭരണകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്നും കൊണ്ടുപോയിരുന്നത് ചങ്ങാലിക്കോടന്റെ ലക്ഷണമൊത്ത കുലയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായ ഈ വാഴയിനം എരുമപ്പെട്ടി, വേലൂർ, വരവൂർ, മുള്ളൂർക്കര, തെക്കുംകര, കടങ്ങോട്, മുണ്ടത്തിക്കോട്, കൈപ്പറമ്പ്, മുണ്ടൂർ, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് നിലവിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വൻതോതിൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നുണ്ട്. ചെങ്ങാലിക്കോടൻ വാഴകൃഷിയുടെ പ്രോത്സാഹനത്തിനും വിപണനത്തിനുമായി കരിയന്നൂർ ഗ്രാമത്തിൽ എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേന്ത്രപ്പഴത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഓണത്തോടനുബന്ധിച്ച് വിപണനം നടത്തിവരാറുണ്ട്. ഇപ്പോൾ 1 കിലോ പഴത്തിന് 70 രൂപ മുതൽ മുകളിലോട്ടാണ് വില. കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്. ഞാൻ വരവൂർ പഞ്ചായത്തിലെ നടുവട്ടം എന്ന പ്രദേശത്താണ്. നമ്മളുടെ കൃഷികൾ, നമ്മളെ വീട് എവിടെയാണ്. അപ്പോൾ ചങ്ങാലിക്കോടൻ വാഴ ഒരു 20 വർഷമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഒരു 300-400 വാഴയൊക്കെ ചങ്ങാലിക്കോടൻ വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം ഒരു 300 വാഴ വെച്ചിട്ടുണ്ടാറുണ്ട്. അപ്പോൾ അതിൽ ഒരു 200 വാഴ നമുക്ക് ആദ്യം തന്നെ വെട്ടിപ്പോയി. ഇപ്രാവശ്യം ഓണം ലാസ്റ്റ് ആവുക കാരണം ആദ്യം തന്നെ കായ വെട്ടിപ്പോയി. അത് കുഴപ്പമില്ലാത്ത നല്ല വിളവുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 60 രൂപ വിലയും കിട്ടി. ഒരു 15-20 കിലോ വരെ തൂക്കമുള്ള കായകളുണ്ടായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു 10-100 വാഴയുടെ താഴെയാണ് നമുക്ക് വെട്ടാനുള്ളത്. അത് കുറച്ച് മോശമുള്ള വാഴയാണ്. ഒരു 10-12 കിലോ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാലും ഓണം വിപണി ലക്ഷ്യമാക്കിയിട്ട് ചെയ്തതാണ്. അതിന് അത്യാവശ്യം വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വാഴകളാണ് ഒടിഞ്ഞു വീണത്. കൂടാതെ കേടുകൾ വന്ന് ഇലകൾ പഴുത്ത് ഒടിഞ്ഞു വീഴുന്നതും കർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കി. കായകൾ മൂത്തതോടെ പലയിടത്തും കുലകൾ വെട്ടിത്തുടങ്ങി. ഓണത്തിന് ഇനിയുമുണ്ട് ദിനങ്ങൾ. അതിനാൽ ഓണനാളുകളിൽ വില സെഞ്ചുറി അടിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കർഷകർ. CCTV ന്യൂസ്, തളി. തളി നെഹ്റു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സീനിയർ അധ്യാപകരെ ആദരിച്ചു. വരവൂർ LP സ്കൂളിലെ പ്രധാന അധ്യാപികയായി വിരമിച്ച 104 വയസ്സുള്ള തളിയിലെ കുഞ്ഞിക്കാളി ടീച്ചറെ വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വായനശാല സെക്രട്ടറി CK വിനോദ്, വനിതാവേദി പ്രവർത്തകരായ ചിത്രലേഖ ടീച്ചർ, സിന്ധു, ശ്രീകാന്ത്, P യശോദ, ലൈബ്രറിയൻ C ഗീത എന്നിവർ സന്നിഹിതരായിരുന്നു. തന്റെ വിദ്യാലയ ജീവിതത്തെക്കുറിച്ചും ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചും അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെപ്പറ്റിയും ടീച്ചർ സംസാരിച്ചത് പുതുതലമുറയ്ക്ക് അമൂല്യമായ അറിവനുഭവമായി. തരിശുകിടന്നിരുന്ന ഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷി ഇറക്കി 100 മേനി വിളയിച്ചതിന്റെ സന്തോഷത്തിലിരിക്കെ അപ്രതീക്ഷിത മഴ പൂകൃഷിയെ ബാധിച്ചതിന്റെ സങ്കടത്തിലാണ് ഇളയന്നൂർ ക്ഷേത്ര ഭാരവാഹികൾ. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഇളയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ 50 സെന്റ് തരിശു ഭൂമിയിലാണ് ക്ഷേത്രം ഭാരവാഹികൾ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. ഓണമെത്തിയാൽ വലിയ സംഖ്യ കൊടുത്ത് പൂക്കൾ വാങ്ങിക്കുന്നതായിരുന്നു പതിവ്. ഇതിന് മാറ്റം വരുത്തിയാണ് ക്ഷേത്രത്തിനു മുന്നിൽ പൂക്കളമൊരുക്കാനും മറ്റലങ്കാരങ്ങൾക്കുമായി പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. 30,000 രൂപയോളം പൂക്കൃഷിക്കായി ചിലവ് വന്നു. ബാക്കിയുള്ള പൂക്കൾ കച്ചവടക്കാർക്ക് കൊടുത്ത് വരുമാനം കണ്ടെത്താമെന്നും ഈ പണം കൊണ്ട് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തണമെന്നുമായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇടയ്ക്കു പെയ്ത മഴ ഇതിനെല്ലാം വിലങ്ങുതടിയായി. ഈ മഴ പെയ്തത് കാരണം ഞങ്ങൾക്കത് ഭയങ്കര വിഷമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം
ശരിക്കും ഓണത്തിനൊക്കെ നല്ലൊരു ബിസിനസ്സും അതുപോലെ നമ്മുടെ അമ്പലത്തിലേക്കും എല്ലാം എടുക്കാമെന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ മഴ കാരണം വലിയ പ്രശ്നത്തിലായി. ഇനിയിപ്പോൾ ഓണത്തിന് നമ്മുടെ പരിസരവാസികളൊക്കെ വരും പൂവിന്, അപ്പോൾ അവർക്ക് കൊടുക്കും എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഒരു നമ്മൾ ഇറക്കിയ പൈസയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഇപ്പോൾ. കാരണം ഏകദേശം എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട്? ഏകദേശം ഒരു 30,000 രൂപ ചിലവ് വന്നിട്ടുണ്ട്. 30,000 രൂപയുടെ മുകളിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊരു 10-200 കിലോ പൂവ് നമ്മൾ വിറ്റിട്ടുണ്ട്, ഒരു 80 രൂപയൊക്കെ വെച്ചിട്ട്. കുറച്ച് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി മുതലാവണമെങ്കിൽ ഇത് ഓണം സമയത്ത് ഇത് നിന്നെങ്കിൽ, മഴ ഇല്ലാതെ നിന്നിരുന്നെങ്കിൽ ഓണമാകുമ്പോൾ നമുക്കിത് മുതലാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷയോടെ ഞങ്ങളുടെ കാത്തിരിപ്പ്. മഴ പെയ്തതോടെ പൂക്കൾ ചീഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. പൂക്കളിൽ വെള്ളം നിൽക്കുന്നതിനാൽ തൂക്കം കൂടുതൽ വരുമെന്ന് കരുതി കച്ചവടക്കാർ എടുക്കുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. മഴ മാറി മാനം തെളിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. പൂക്കൃഷി കാണാനും ഫോട്ടോയും സെൽഫികളും എടുക്കാനും വൈകുന്നേരങ്ങളിൽ നിരവധി പേർ എത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രദേശത്തെ ഭക്തജനങ്ങളുടെ സഹകരണത്താൽ ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. മുഴുവൻ പണികളും പൂർത്തിയായിട്ടില്ല. ഇനി ചുറ്റമ്പലം, ഉപദേവതകളുടെ പ്രതിഷ്ഠ, ചുറ്റുമതിൽ എന്നിവയെല്ലാം നടത്താൻ ബാക്കിയുണ്ട്. സാമ്പത്തിക പ്രശ്നത്താൽ നിർത്തിവച്ചിരിക്കുകയാണ്. ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിനു കീഴിൽ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ കീഴിലുമാണ്. ചെണ്ടുമല്ലി കൃഷിയുടെ തുടക്കം കുറിക്കാനുള്ള ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് ക്ഷേത്രം നടത്തിപ്പു കമ്മിറ്റി സെക്രട്ടറി കുമാരവേലനാണ്. അതിനോടൊപ്പം രവി പണ്ടാരപ്പറമ്പിൽ, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് കെ രാവുണ്ണി, സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി, ഗംഗാധരൻ കെ, ചന്ദ്രമോഹനൻ എം കെ, ഹരി പി, കെ പി ദാസൻ, കെ പി സത്യൻ തുടങ്ങി നാട്ടുകാരും മറ്റു കമ്മിറ്റി അംഗങ്ങളും ഒഴിവു സമയങ്ങളിൽ കൃഷിയിടത്തിൽ പൂക്കളെ സംരക്ഷിച്ചു വരുന്നു. CCTV ന്യൂസ് തളി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ, ടാക്സി, ലൈറ്റ് മോട്ടോർ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച നടപടി പിൻവലിക്കുക, സ്പെഷ്യൽ പെർമിറ്റിന്റെ സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക, ഓട്ടോറിക്ഷ പെർമിറ്റിൽ പാർക്കിംഗ് കേന്ദ്രം രേഖപ്പെടുത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ, ടാക്സി, ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ, CITU, പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് RTO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പാർക്കിംഗ് കേന്ദ്രം അനുവദിക്കുക, അനധികൃത സർവീസുകൾ നിർത്തലാക്കുക, ഞങ്ങളെ അന്നം മുട്ടിക്കുന്ന നടപടി വേണോ സർക്കാരെ, പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണം. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. RTO ഓഫീസിന് മുന്നിൽ നടന്ന സമരം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനുള്ള ദിവസം വെട്ടിക്കുറച്ചു എന്നാണ്. ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു അല്ലേ, 4 ദിവസം ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 6 ദിവസം പ്രവൃത്തി ദിവസമുണ്ട്. 6 ദിവസവും ഫിറ്റ്നസ് നൽകാൻ തീരുമാനിച്ചാൽ തന്നെ വീണ്ടും വാഹനങ്ങൾ ബാക്കി വരിക. ഓരോ ദിവസവും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരിക. ആ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനാവശ്യമായ രൂപത്തിൽ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായാൽ ആഴ്ചയിൽ 6 ദിവസം മതിയാവില്ല. അപ്പോഴാണ് ഉണ്ടായിരുന്ന 4 ദിവസം 2 ദിവസമാക്കി പരിമിതപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായി എന്തുണ്ടാവുന്നു? എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. നിശ്ചിത സമയത്തിനകം ഫിറ്റ്നസ് കൊടുത്തില്ലെങ്കിൽ എന്താ വരിക? പിഴ വരും. പിഴ മാത്രമാണോ? നടപടിയും വരും. വാഹനം ഓടിക്കാൻ കഴിയില്ല. തന്റേതല്ലാത്ത കാരണത്താൽ വാഹന ഉടമയാണോ തൊഴിലാളികളോ കുറ്റവാളികളായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PP രാമചന്ദ്രൻ, MK പ്രദീപ്, MR ജയശങ്കർ, ശ്രീധരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തകർന്ന റോഡുകൾക്കെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ തകർന്നത് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെറുതുരുത്തി പനമണ്ണ റോഡിൽ വാഴയും ആമ്പലും നട്ട് പ്രതിഷേധിച്ചു. DCC അംഗം ജയൻ മംഗലം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. രതീഷ്, കോൺഗ്രസ് നേതാക്കളായ ഖാദർമോൻ, കൈപ്ര മാധവൻകുട്ടി, മായ ഉദയൻ, OU ബഷീർ, മനോജ് തൈക്കാട്ട്, രമ സുരേന്ദ്രൻ, PC ഹരിദാസ്, PR ബാബു, ഉണ്ണികൃഷ്ണൻ ചാളംപറ്റ, INTUC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി എന്നിവർ സംസാരിച്ചു. ഈ പ്രദേശത്തെ ആളുകൾ
ചെറുതുരുത്തി ടൗണിലേക്ക് എളുപ്പമാർഗം കടന്നു പോകുന്ന ഈ റോഡിൽ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയോ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളോ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തകർന്നു കിടക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ. ഇതൊരു സമരത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഇനി വരുന്ന നാളുകളിൽ ഈ പഞ്ചായത്തിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണക്കാരും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അതോ സ്വന്തം കുടുംബങ്ങൾക്കും സ്വന്തം വ്യക്തികൾക്കും വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ജനങ്ങളോട് പറയേണ്ടതാണ്. പട്ടിത്തറയിൽ നടന്ന കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരിച്ചു. കുറ്റിപ്പുറം മുള്ളൂർക്കടവ് സ്വദേശി പള്ളിയാലിൽ അഷ്റഫാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:45 അപകടം. തൃത്താല ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. അഷ്റഫും സുഹൃത്തുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ഓടിച്ചിരുന്ന അഷ്റഫിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കുറ്റിപ്പുറം കാങ്കപ്പുഴ ജുമാ മസ്ജിദിൽ ഖബറടക്കി. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.